സ്റ്റോറി സ്പേസിലേക്ക്, ഈ കഥയിടത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. വേതാളത്തെയും എടുത്തുകൊണ്ട് വിക്രമാദിത്യൻ വീണ്ടും നടന്നു തുടങ്ങി. വേതാളം മറ്റൊരു കഥ പറയാൻ ആരംഭിച്ചു. ഒരു രാജാവ് വനയാത്രയ്ക്കിടയിൽ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. രൂപവതിയായ ആ കുമാരി ആരാണെന്നും താമസം എവിടെയാണെന്നുമൊക്കെ അന്വേഷിക്കണമെന്ന് തോന്നി രാജാവിന്. അവൾ ഒരു മുനികുമാരിയായിരുന്നു. കുറച്ചകലെയാണ് മുനിയുടെ ആശ്രമം. പൂവിറുക്കാനായി പുഴയോരത്തെത്തിയതായിരുന്നു ആ കുമാരി. മുനികുമാരിയുമായി രാജാവ് സംസാരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് ഒരു രാക്ഷസൻ മുന്നിലെത്തി. അയാൾ രാജാവിനെ പിടികൂടി. മുനികുമാരി ഭയന്ന് ഓടിപ്പോയി. തൻ്റെ വാളോ യുദ്ധപാടവമോ ഒന്നും ആ രാക്ഷസൻ്റെ മുന്നിൽ വിലപ്പോവില്ല എന്ന് രാജാവ് മനസ്സിലാക്കി. എന്നെ രക്ഷിക്കണേ, എന്തു വേണമെങ്കിലും തരാം, രാജാവ് വിലപിച്ചു. മാതാപിതാക്കളുടെ സംരക്ഷണയിൽ കഴിയുന്ന ഒരു ബ്രാഹ്മണ ബാലനെ പകരം നൽകിയാൽ രാജാവിനെ വെറുതെ വിടാം എന്നായി രാക്ഷസൻ. അങ്ങനെ ചെയ്യാം എന്ന് രാജാവ് സമ്മതിക്കുകയും ചെയ്തു. ഒരു ബ്രാഹ്മണ ബാലനെ തേടി രാജാവ് അടുത്തുള്ള ഗ്രാമത്തിലെത്തി. അവിടെ പല ബ്രാഹ്മണ ഗൃഹങ്ങളിലും കയറിയിറങ്ങി. രാക്ഷസന് വിശപ്പടക്കാൻ വേണ്ടി കുട്ടിയെ നൽകാൻ ആരെങ്കിലും സമ്മതിക്കുമോ? ഒടുവിൽ ഒരു ഗൃഹത്തിലെത്തിയപ്പോൾ ധനത്തോടുള്ള ആർത്തി മൂലം മാതാപിതാക്കൾ കുട്ടിയെ വിട്ടുകൊടുക്കാൻ തയ്യാറായി. പകരം കൈനിറയെ പൊന്നും പണവും കിട്ടിയപ്പോൾ തങ്ങളുടെ കുട്ടിയെ അവർ രാജാവിന് നൽകി. രാജാവ് ബാലനുമായി രാക്ഷസന്റെ മുന്നിലെത്തി. ആ ബാലനെ തിന്നുകഴിഞ്ഞാൽ കാട്ടിനുള്ളിലേക്ക് മടങ്ങിപ്പോകാൻ താൻ തയ്യാറാണെന്ന് രാക്ഷസൻ ഉറപ്പുകൊടുത്തു. സമാധാന ചിത്തനായി രാജാവ് വേഗം തിരികെ തൻ്റെ കൊട്ടാരത്തിലേക്കുള്ള വഴിയെ സഞ്ചരിച്ചു. രാക്ഷസൻ ആ ബാലനെ വിഴുങ്ങാനായി ഒരുങ്ങിയപ്പോൾ നിഷ്കളങ്കനായ ആ ബാലൻ അയാളെ നോക്കി ചിരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് രാക്ഷസൻ അമ്പരന്നു. അയാൾക്ക് ആ കുട്ടിയെ തിന്നണമെന്നുള്ള ആശ ഇല്ലാതായി. കഥ അവിടെ നിർത്തിയിട്ട് വേതാളം വിക്രമാദിത്യനു നേരെ തിരിഞ്ഞു. ഇനി ചോദ്യം. ശരി, ചോദിക്കൂ, വിക്രമാദിത്യൻ ശ്രദ്ധയോടെ കാത്തുനിന്നു. രാക്ഷസൻ തന്നെ തിന്നാൻ തുടങ്ങിയപ്പോൾ ആ ബ്രാഹ്മണ ബാലൻ എന്തിനാണ് ചിരിച്ചത്? വേതാളം ചോദിച്ചു. പുത്രനെ രക്ഷിക്കേണ്ടത് മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കൾ രക്ഷിക്കുന്നതിന് പകരം ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ പരാതി പറയേണ്ടത് രാജാവിനോടാണ്. ആ രാജാവാണ് ഉപദ്രവിക്കുന്നതെങ്കിൽ പിന്നെ ആരോടാണ് രക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക? അത്തരമൊരു സ്ഥിതിയിലായിരുന്നു ആ ബാലൻ. തൻ്റെ നിസ്സഹായാവസ്ഥ ഓർത്താണ് ആ ബാലൻ ചിരിച്ചത്. വേതാളം വീണ്ടും വിക്രമാദിത്യനെ ഉപേക്ഷിച്ച് മുരുക്കുമരത്തിലേറി തലകീഴായി കിടന്നു. വിക്രമാദിത്യൻ വീണ്ടും വേതാളത്തെടുത്ത് തോളിലേറ്റി നടന്നു തുടങ്ങി. വേതാളം 22ാമത്തെ കഥ പറയാൻ തുടങ്ങി. സാധുക്കളായ ബ്രാഹ്മണ ദമ്പതികളുടെ ഏകപുത്രൻ ഒരു നാൾ പെട്ടെന്ന് മരിച്ചുപോയി. മാതാപിതാക്കളുടെ ദുഃഖം പറഞ്ഞറിയിക്കാനാവുന്നതല്ലായിരുന്നു. മകൻ്റെ ശരീരം ചിതയിലേക്ക് എടുത്തപ്പോൾ അമ്മ ബോധരഹിതയായി. ഇതെല്ലാം കണ്ട് താപസനായ ഒരു വഴിപോക്കൻ അവിടെ നിന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയം അലിഞ്ഞു. വൃദ്ധരായ അച്ഛനമ്മമാരുടെ സങ്കടം മാറ്റണമെന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ചു. സന്യാസി തൻ്റെ ദേഹം ഉപേക്ഷിച്ച് ആ യുവാവിൻ്റെ മൃതശരീരത്തിൽ പ്രവേശിച്ചു. ചിതയിൽ കിടന്ന യുവാവ് പെട്ടെന്ന് കണ്ണു തുറന്നു. പ്രത്യാശയോടെയും അളവില്ലാത്ത ആശ്വാസത്തോടെയും ആ മാതാപിതാക്കൾ തങ്ങളുടെ പുത്രന് സമീപമെത്തി. അവരെ നോക്കി ആ യുവാവ് ആദ്യം കരഞ്ഞു, പിന്നീട് ചിരിച്ചു. വേതാളത്തിൻ്റെ അടുത്ത ചോദ്യം വിചിത്രമായ ഈ പെരുമാറ്റത്തെക്കുറിച്ചായിരുന്നു. എന്തിനാണ് യുവാവ് ആദ്യം കരഞ്ഞതും പിന്നീട് ചിരിച്ചതും? വേതാളം ചോദിച്ചു. പുതുജീവിതം ലഭിച്ച യുവാവിൻ്റെ ഉള്ളിൽ താപസന്റെ ആത്മാവായിരുന്നല്ലോ. മോക്ഷപ്രാപ്തിക്ക് വേണ്ടി സർവവും ത്യജിച്ച താൻ വീണ്ടും ബന്ധങ്ങളിൽ കുടുങ്ങിയല്ലോ എന്നോർത്തപ്പോഴാണ് ആ ആത്മാവ് വ്യസനിച്ചത്. എന്നാൽ വൃദ്ധരായ മാതാപിതാക്കൾക്ക് സാന്ത്വനമാകാൻ തനിക്ക് കഴിഞ്ഞല്ലോ എന്നോർത്തപ്പോൾ സന്തോഷവും തോന്നി. ഇതായിരുന്നു വിക്രമാദിത്യൻ്റെ ഉത്തരം. വേതാളത്തിന് വീണ്ടും മുരുക്കുമരത്തിലേക്ക് പായേണ്ടി വന്നു.